ഹലോ എവ്രി വൺ. ഇന്നത്തെ വാട്ട് ഐ ഏറ്റിൻ്റെ ഡേ കണ്ടാലോ. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല, കാരണം ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് കൊണ്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനാണ് ഞാൻ പോയത്. അങ്ങനെ ഉച്ചയ്ക്കത്തെ നല്ല ബട്ടർ മിൽക്ക് ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, പപ്പടം, അച്ചാർ, പിന്നെ കിഴങ്ങ് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് കുഴച്ചതുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനം കേട്ടോ ഇത്. ഇന്ന് സ്റ്റിക്കാണ്. ആ സ്റ്റിക്ക് നമ്മൾ ചോക്ലേറ്റ്, അവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ഡിപ്പുണ്ട്. ആ ഡിപ്പിൽ നമ്മളിങ്ങനെ മുക്കി കഴിക്കണം. ഈ ചുറോസൊക്കെ കഴിക്കുകയല്ലേ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചുറോസ്. അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ചോക്ലേറ്റിൻ്റെ ആ ഡിപ്പ് നല്ല കട്ടിയുണ്ടായിരുന്നു. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ഈസി ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോറം മോളിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് ഓർഡർ ചെയ്തു. ഒരുപാട് വീഡിയോസിലും ഒരുപാട് റീൽസിലും ഒരുപാട് ഷോർട്സിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ മാംഗോ സ്റ്റിക്കി റൈസ്. ഇത്രയും നാളെ ഞാൻ കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എവിടെ നിന്ന് ഓത്തൻറ്റിക് ആയിട്ട് കിട്ടുന്നതെന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ലക്കി ചാനലിലോട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്ന് നല്ല മാംഗോ സ്റ്റിക്കി റൈസ് ഓർഡർ ചെയ്തു. സാധനം ഇച്ചിരിയേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് തോനെ ഉണ്ടാക്കാം. ഇതാണ് ഇച്ചിരിയേ ഉള്ളൂ, നല്ല കോസ്റ്റ്ലിയുമാണ്. പക്ഷെ വേർത്തായിരുന്നു, കാരണം ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിച്ചപ്പം. ആ റൈസും ആ മാംഗോൻ്റെ പീസും ആ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റും. എനിക്ക് ആദ്യം അതങ്ങോട്ട് കഴിച്ചപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അതിനകത്ത് കോക്കനട്ട് മിൽക്കല്ലേ ഒഴിച്ചത്, അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ ഡെസേർട്ടൊക്കെ ഒരു വേറെ തന്നെ രീതിയല്ലേ. പക്ഷേ പല പല നാട്ടുകളുടെ ഡെസേർട്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ അരി ചോറും തേങ്ങാപ്പാലും ഈ മാങ്ങയും വെച്ചൊന്നുള്ള ഡെസേർട്ടില്ല. പക്ഷേ ഇത് പുറത്തുള്ള ആൾക്കാർ കഴിക്കുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ കാരണം ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മാഗ്നോളിയ ബേക്കറി കയറി. അവിടെ നിന്ന് ഒരു പീസ് ചോക്ലേറ്റ് കേക്ക് കൂടെ ഓർഡർ ചെയ്തു. നല്ല സോഫ്റ്റ് ആയിരുന്നു. ആ ക്രീം അടിപൊളിയായിരുന്നു. കുറേ ക്രീം ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കേക്കിൽ ക്രീം ഒത്തിരി കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീരെ സ്വീറ്റ് കുറവായിരുന്നു. പിന്നെ ഹോട്ട് ചോക്ലേറ്റും കുടിച്ചായിരുന്നു അവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് രാത്രി റൂമിൽ വന്നപ്പം ബർഗർ കിങ്ങിൽ ഓഫർ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബർഗറും 2 സ്ട്രിപ്സും പെരി പെരി ഫ്രൈസും പിന്നെ ഒരു കോക്ക് കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ബൈ.